ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ട്രിപ്പൊക്കെ പോയിട്ട് വന്നിട്ട് രാവിലെ എണീക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയത്തിലായിരുന്നു. പിള്ളേരെ കുറച്ച് ലേറ്റ് ആയിട്ട് വിട്ടാൽ മതി എന്ന് ഇന്നലെ രാത്രി മെസ്സേജ് അയച്ച് പറഞ്ഞു കേട്ടോ. എന്നാലും 6:30ക്ക് ഞാൻ എഴുന്നേറ്റു. പക്ഷെ എൻ്റെ കണ്ണ് ജന്മണ്ട തുറക്കില്ല. അപ്പോൾ 7:30 ഞാൻ എഴുന്നേറ്റപ്പോൾ ഒന്ന് ഫ്രഷായി നീന്തി നീന്തി ഇവിടെ വന്നപ്പോഴത്തേനും 7:45 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം എല്ലാം വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങിയത് കേട്ടോ. അപ്പോൾ ഒരു എനർജി വരാനായിട്ട് ഞാൻ പാട്ട് വെച്ചു കേട്ടോ. ഇല്ലെങ്കിൽ ഞാനിങ്ങനെ തട്ടിയും മുട്ടിയും നടക്കുമ്പോൾ ആദ്യം തന്നെ കാപ്പി വെച്ചു. കാരണം ആരും ആദ്യം എഴുന്നേറ്റ് വരിക നടത്തില്ല. കാരണം ആൻസൺ ചേട്ടനും ഉണ്ട് കേട്ടോ. പിള്ളേർക്ക് സോസേജും മുട്ട പുഴുങ്ങിയതും പഴവും കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. ഞങ്ങൾക്ക് പൂരിയും പരിപ്പ് കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ചപ്പാത്തി വാങ്ങിച്ചത് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒന്നും കൂടെ എനർജി വരാൻ കാപ്പി വേഗം കുടിച്ചു കേട്ടോ. കാരണം എനിക്ക് കണ്ണ് തുറക്കാൻ കിട്ടുന്നില്ല. 2 ദിവസത്തെ ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദേ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കോട്ടുവാ വിട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ. എന്നാലും നമ്മുടെ കാര്യം നമ്മൾ കൃത്യമായിട്ട് ചെയ്യാം. പിള്ളേരെ വിടണം. അതാണ് മെയിൻ സംഭവം. അല്ലെങ്കിൽ ഒന്ന് കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങി ഒരു 10 മണിയാകുമ്പോഴേ ഞാൻ എണീക്കുണ്ടായിരുന്നുള്ളൂ ട്ടോ. പിന്നെ എനിക്ക് അങ്ങനെ ഇപ്പോൾ എന്താ പറയാ, ബിസിനസ് എന്താന്ന് അറിയില്ല. എനിക്ക് ഭയങ്കര ഡള്ളാണ് ട്ടോ. ഒരു ഒരു കാര്യവുമില്ല. ആരും എന്നോടൊന്നും ചോദിക്കാറുമില്ല. മേ ബി ഞാൻ റിപ്ലൈ ലേറ്റ് ആയിട്ട് തരുന്നതുകൊണ്ടായിരിക്കണം അങ്ങനെ. എന്തായാലും അങ്ങനെയാണ്. സ്റ്റാറ്റസുകളൊക്കെ മുടങ്ങാണ്ട് ഇടുന്നുണ്ട്. പക്ഷെ ആരുടെയും അനക്കമില്ല ട്ടോ. അങ്ങനെ വേഗം വെച്ച് വന്നപ്പോഴത്തേന്റെ ഓരോരുത്തരായിട്ട് എഴുന്നേറ്റ് വരുന്നുണ്ട്. അപ്പൊ ഇന്ന് ഇലക്ഷന്റെ റിസൾട്ട് വരുന്ന ദിവസമായതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ആകാംക്ഷയിലാണ് കേട്ടോ. ആകാംക്ഷ എന്ന് പറഞ്ഞാൽ ചില്ലറ ആകാംക്ഷയല്ല, എനിക്ക് ഒന്നും കൂടെ ആകാംക്ഷയായിരുന്നു കേട്ടോ. അപ്പൊ ചാക്കോ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പം ആകെ ഗ്ലൂമി ആയിട്ടാണ് എഴുന്നേറ്റ് വന്നത്. നമ്മൾ ഇന്നലെ ട്രിപ്പ് പോയതിന്റെ ക്ഷീണവും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പൊ അത് മാറ്റാൻ ദേ അപ്പയുടെ കൂടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ വേഗം പോയി പൂരി ഉണ്ടാക്കി. അപ്പോൾ ഡാഡിയും ഡോൺ ചേട്ടനും ആദ്യം കഴിക്കുന്നുള്ളൂന്ന് പറഞ്ഞപ്പോൾ അവർക്കുള്ള പൂരി മാത്രം ഉണ്ടാക്കി വെച്ചു. ചേട്ടൻ പിള്ളേരെ കൊണ്ടുവരുന്നു വന്നിട്ട് കഴിച്ചോളാന്ന് പറഞ്ഞു ട്ടോ. അപ്പോൾ ഇന്ന് ഡിംപിളും ആൻസിനും കൂടെ പോവാനാ പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ പിന്നെ ഡോൺ ചേട്ടനും കൂടെ കയറിപ്പോയി ട്ടോ. അപ്പോൾ ദേ ചാക്കോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ട്ടോ. പൂരിയാണ് ചാക്കോ കഴിക്കുന്നത്. തോമു എണീറ്റിട്ടില്ല. തോമുവും ബാച്ചുവും ഭയങ്കര ഡിലേ ആയിട്ടാണ് എണീറ്റത്. അങ്ങനെ എന്താ പറയാ, പാച്ചു ആണ് ട്ടോ സോഫയിൽ കിടക്കണ ആള്. അങ്ങനെ ഡോൺ ചേട്ടൻ കഴിച്ചു. മമ്മി ഇന്ന് നേരത്തെ വന്നിട്ട് ഭക്ഷണം കഴിച്ചു ട്ടോ. മമ്മി കഴിച്ചത് ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ ദേ അവര് റെഡി ആയിട്ട് പോയി ട്ടോ. അങ്ങനെ ഞാൻ വേഗം പോയി ബാത്റൂമേ കിച്ചണൊക്കെ ഒതുക്കണം, പാത്രം കഴുകണം. എന്നിട്ട് വേണം എനിക്ക് മോളിൽ പോയി എൻ്റെതായ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അലക്കാനുണ്ട്, വിരിച്ചത് മടക്കാനുണ്ട്, മടക്കിയിട്ട് വെച്ചിരിക്കുന്നുണ്ട്. ആകെ മൊത്തം എന്താ പറയാ മെസ്സി ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ വേഗം അതൊക്കെ ഒന്ന് റെഡിയാക്കണമെന്ന് വിചാരിച്ചു. വീഡിയോ ഒക്കെ എടുക്കണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ പതിവ് പോലെ നടന്നില്ല. ബട്ട് എൻ്റെ എല്ലാ പണികളും വളരെ ഭംഗിയായിട്ട് നടന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി ട്ടോ. കാരണം കുറേ പെൻഡിങ് വരുമ്പോൾ എനിക്കതൊരു ബുദ്ധിമുട്ടാവും ട്ടോ. കാരണം പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട്, പിള്ളേരില്ലാത്ത സമയത്താണ് ഞാൻ മോൾ ഭാഗം തുടയ്ക്കുന്നതും തൂക്കുന്നതും റൂം ഒതുക്കുന്നതും ചെടി നനയ്ക്കുന്നതും ഒക്കെ ട്ടോ. അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ ചൂടുവെള്ളത്തിൽ തുടയ്ക്കണം. അപ്പം ആ ഒരു സമയം ഇവരൊക്കെ പോയി കഴിഞ്ഞ സമയമാണെങ്കിൽ നല്ല ചൂടുവെള്ളം വരുന്ന സമയമാണ്. ചിലപ്പോൾ നമ്മൾ എത്ര നോക്കിയാലും ചൂടുവെള്ളം കിട്ടില്ല കേട്ടോ. ഇപ്പോൾ വെയിലായതുകൊണ്ട് പിന്നെ എപ്പോൾ നോക്കിയാലും ഉണ്ട്. എന്നാലും ചില സമയത്ത് നമ്മളെ ഒന്ന് പറ്റിക്കും. അതുകൊണ്ട് ഞാൻ വേഗം തീർക്കണം എന്നുള്ളൊരു എയിമിൽ നിൽക്കുക. 10 മണിയായപ്പോഴത്തേനും ഒരുവിധം ഞാൻ ഒതുക്കി കേട്ടോ. പിള്ളേർക്കുള്ള വെള്ളമൊക്കെ തിളപ്പിച്ചു. പാട്ടയൊക്കെ കഴുകാനുണ്ട്. അങ്ങനെ ദേ കഴുകാനുള്ള കപ്പുകളൊക്കെ ഓരോ സ്ഥലത്തുനിന്ന് ശേഖരിച്ചു കൊണ്ടുവന്ന് സിങ്കിൻ്റെ അവിടെ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേ കുടിച്ചവര് ദേ വെള്ളം ഒഴിച്ച് വെക്കും. അതൊക്കെ എടുത്ത് ഇനി കഴുകണം ട്ടോ. അപ്പോൾ ഡിംപിൾ മീൻ വെള്ളത്തിലിട്ടിട്ടാണ് പോയേക്കുന്നത്. എന്തേലും തട്ടിക്കൂട്ടാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും കഴിച്ചു ട്ടോ. അപ്പോൾ ഇത് പൂരി എന്താ പുറത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ആൻസൺ വരുമ്പോൾ എനിക്ക് ഉണ്ടാക്കി കൊടുക്കണം. അതിനായിട്ട് വെച്ചാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ആൻസനും വീട്ടിലേക്ക് പോയി. ഡിംപിൾ ദേ ഹാമ്പർ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. ഹാമ്പർ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ട്ടോ. ഇത് എൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള വീഡിയോ എടുപ്പാണേ. രാവിലെ വലിയ കാര്യത്തില് എന്താ പറയാ മോർണിംഗ് റൊട്ടീനും ഒക്കെ എടുത്തു തുടങ്ങിയെങ്കിലും പതിവ് പോലെ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല. പക്ഷെ കംപ്ലീറ്റ് ആയില്ല എന്ന് വിചാരിച്ച് ഇടാണ്ടിരിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. ഇന്ന് കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുള്ള ഒരു ദിവസമായിരുന്നു. പറഞ്ഞ പോലെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേഗം കയറിയപ്പോഴുള്ളതുകൊണ്ട് ഞാൻ പിന്നെ ലഞ്ചിനെ കുറിച്ച് എനിക്ക് ആലോചിച്ച് ബോധേഡാവണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ വേഗം കയറി. എനിക്ക് തുണി അലക്കാനുണ്ടായിരുന്നു, മടക്കിയത് എടുത്തു വെക്കാനുണ്ടായിരുന്നു, മടക്കാനുണ്ടായിരുന്നു, തൂക്കാനുണ്ടായിരുന്നു, തുടയ്ക്കാനുണ്ടായിരുന്നു, ബാത്റൂം കഴുകാനുണ്ടായിരുന്നു. അങ്ങനെ കുറേ പണികൾ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പം ആകെ ടയേർഡായി. അപ്പോഴത്തേനും പിള്ളേർ വരുമല്ലോ, ഓഫ്കോഴ്സ് പിള്ളേർ വരും. അങ്ങനെ ലേറ്റ് ആയി. ഞാൻ നോക്കി ചിരിച്ചത്
ചേട്ടൻ എൻ്റെ കൂടെ ഓടിപ്പോണ്ട് മഴ പെയ്യാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. നല്ലപോലെ മഴക്കാറുണ്ട്, ഞാൻ കാണിക്കാട്ടോ. കണ്ടോ, ഭയങ്കര മഴക്കാറാണ്. കാറ്റും ചെറിയ രീതിയിൽ ചാറി തുടങ്ങിയതിൽ വേഗം നിന്നു കേട്ടോ. ഭയങ്കര കാറ്റെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റാണ്. ഇനിയിപ്പോ കറണ്ട് പോവോ ഇല്ലയോ എന്നുള്ളത് കറണ്ടിനും ദൈവം തമ്പുരാനും മാത്രമേ അറിയുള്ളൂ. കണ്ടോ, ഭയങ്കര മഴ പെയ്ത് തുടങ്ങി. ഞാനിനി ഇതിന്റെ ഡിനോയ്സ് ചെയ്യുമ്പോൾ അതിന്റെ സൗണ്ടൊക്കെ പോവോന്ന് എനിക്ക് അറിയില്ല. കണ്ടോ, ഭയങ്കര കാറ്റാണ് കേട്ടോ. അപ്പൊ അങ്ങനെ ടോമുന്റെ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. യാദൃശികമായിട്ട് അവൻ പറഞ്ഞു തുടങ്ങി സംഭവം. അവൻ ഒറ്റയ്ക്ക് ഇരുന്ന് പറയാറൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അതിനെ അത്ര കാര്യമായിട്ട് എടുത്തിട്ടില്ല, അതിനെ പ്രൊമോട്ട് ചെയ്യാറുമില്ല. പക്ഷെ അവനത് ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് ഇഷ്ടമായി. ഞാൻ പറഞ്ഞില്ലല്ലോ എന്റെ കുട്ടി പറയണ്ടല്ലോ എന്നുള്ളൊരു ആശ്വാസമായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ചെയ്തു. മഴയത്താണ് സൈക്കിളിൽ പോണേ. അങ്ങനെ വിശേഷങ്ങള് അങ്ങനെ റാൻഡമിൽ ഇങ്ങനെ പോണു കേട്ടോ. വലിയ ഒരു ഉഷാറൊന്നുമില്ല, ഉറക്കക്ഷീണമുണ്ട്. 2-3 ദിവസത്തെ ഉറക്കക്ഷീണമുണ്ട്. ഞാൻ മുടി വലിച്ച് കെട്ടിയേക്കാണ് കേട്ടോ. വേറെ ഒന്നുമല്ല, എണ്ണ തേച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പിപ്പിരി ആയിട്ടിരിക്കുന്നത്. അവിടെയൊക്കെ ഇങ്ങനെ ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ടോ. അപ്പൊ കുറെ പേര് എന്നോട് പറയാനുണ്ട്, ഇവൻ ഇങ്ങനെ മുടി വലിച്ചു കെട്ടുന്നോണ്ടാണ് നെറ്റി കയറുന്നതെന്നൊക്കെ. അത് സത്യമായ കാര്യമാണ്, ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ കെട്ടി എനിക്കത് കെട്ടാണ്ട് പറ്റില്ല കേട്ടോ. അങ്ങനെയൊക്കെ കാര്യങ്ങള്. എന്താ ഡെന്നിച്ചേട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ടല്ലോ. ഓടെ എടുക്കാൻ വന്നതാ. പെട്ടെന്ന് കാലാവസ്ഥ മാറിയതാണ് കേട്ടോ. ഇതിപ്പോ ഒന്നും കൂടെ ഡാർക്കായി. കണ്ടോ, കുറച്ചും കൂടെ ഡാർക്കായി. ഇന്ന് പിന്നെ ഇലക്ഷൻ റിസൾട്ട് വരുന്ന ദിവസമാണല്ലോ. ഭയങ്കര എക്സൈറ്റഡ്. എനിക്ക് തോന്നുന്നു ഈ പ്രാവശ്യം എനിക്ക് നമ്മുടെ എന്താ പറയുക നാട്ടിലെ ഇതും എനിക്ക് പൊതുവെ ഈ പാർട്ടി കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അധികം ഇതിന് പറയാറില്ലെന്നേ ഉള്ളൂ. പക്ഷെ ഈ പ്രാവശ്യം മോസ്റ്റ് ഓഫ് ദി എക്സൈറ്റ്മെന്റ് വിജയ് നിൽക്കുന്നുണ്ടായിരുന്നു. ദൈവമേ, ഈ മനുഷ്യ തോറ്റു പോവാ, ജയിക്കും എന്ന ഉറപ്പുണ്ടെങ്കിലും ചില സന്ദർഭങ്ങളിൽ നമ്മൾ പറയില്ലേ, പക്ഷെ അങ്ങനെയൊക്കെ പറ്റുമോ, ജയിച്ചില്ലെങ്കിൽ എന്താ ചെയ്യാ, ശത്രുക്കൾ. മൂപ്പറ സിനിമയാണെങ്കിൽ പോലും അതിന്റെ പാർട്ടായിട്ട് തുടങ്ങിയ ഇഷ്യൂസ് ആണല്ലോ. അപ്പം ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. എനിക്ക് നാട്ടില് നമ്മളെല്ലാരും പറഞ്ഞ പോലെ നാട്ടിലെ ഇലക്ഷൻ ഇത്രയും ടെൻഷൻ ഉണ്ടായില്ല. ബട്ട് തമിഴ്നാട്ടിലെ ഇലക്ഷനെ പറ്റി ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പൊ ഭയങ്കര ഒരു ഫുള്ളി നമ്മുടെ നാട്ടിലായിക്കോട്ടെ വീട്ടിലെ ഒരു ഇലക്ഷൻ ആകുമ്പോൾ ജയവും തോൽവിയും ഒക്കെ വരും, എനിക്കറിയാം. വിജയുടെ കാര്യം വന്നപ്പോ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ. ഫാൻ ആയതുകൊണ്ടാവും മേ ബി മൂപ്പറുടെ. ഞാൻ അധികം പറയുന്നില്ല, കാരണം ഞാൻ അധികം വിപുലീകരിച്ച നാളെ എന്നെ കല്ലെടുത്തെറിയാൻ ആൾക്കാർ വരും. നോ, അതിന് ഞാൻ വരുന്നില്ല. എനിവേ, ഐ എം ഹാപ്പി. ഇത് ജയിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷം ഉണ്ട്. അങ്ങനെയൊക്കെ കാര്യങ്ങള്. മക്കളുടെ സ്കൂളൊക്കെ തുറക്കാറായി. ദിവസങ്ങൾ ഇനി ഓടിപ്പോകല്ലേ. ഇന്ന് തന്നെ ഓൾറെഡി 4-ാം തീയതി ആയി. ഇനിയിപ്പോ പെട്ടെന്ന് ദിവസങ്ങൾ പോകുന്നു. ഇന്നിപ്പോ ഗ്രൂപ്പ് പറഞ്ഞിട്ടുണ്ട്, അതായത് അടുത്ത ക്ലാസ്സിലെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ട് ബുക്സും നോട്ട്സും ഒക്കെ വരാറായിട്ടുണ്ട്. ഡേറ്റ് കൺഫേം ചെയ്തിട്ട് അറിയിക്കാം. തോന്നുന്നുണ്ട് എനിക്ക് യൂണിഫോം ശരിക്കും ട്രൗസേഴ്സ് ഷർട്ടും ട്രൗസേഴ്സും നമുക്ക് 3 വെച്ചിട്ടുണ്ടെങ്കിലും അവൻ പെട്ടെന്ന് പൊക്കം വെച്ചല്ലോ. അപ്പൊ ട്രൗസർ ചേരുന്നില്ല, ഷർട്ടും ഒരു കുഞ്ഞു ഷർട്ടായി. ഷർട്ട് മാത്രം പുതിയത് തയ്പ്പിച്ചിട്ട് നമ്മുടെ എന്തിട്ടാണ് ട്രൗസറിന്റെ കുത്തഴിച്ചു വിടുക, തയ്യൽ അഴിച്ചു വിട്ടിട്ട് സസ്പെൻഡറിൽ 2-3 ബട്ടൺസ് വെച്ചാൽ ഓക്കെ ആവും. അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. കാരണം ഈ വർഷം അഗെയിൻ ഒരു 3 യൂണിഫോം എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഡോൺചേട്ടനോട് പറഞ്ഞു. കാരണം നെക്സ്റ്റ് ഇയർ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലേക്ക് പോകുമ്പോൾ അവൻ ഒബ്വിയസ്ലി വേറെ യൂണിഫോം ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ അത് വേണ്ടാന്ന് പറഞ്ഞു. അപ്പം ആലോചിച്ച് കണ്ടിട്ടേ ചെയ്യുള്ളൂ. അങ്ങനെയൊക്കെ ഇരിക്കുന്നു. ചാക്കോനും അതുപോലെ പ്ലേ ഗ്രൂപ്പിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഫസ്റ്റ് സ്കൂളില് 1 വർഷവും അങ്ങനെ പോകും. അപ്പം അടുത്ത വർഷം ചാക്കോനെ നമുക്ക് ഭവൻസിൽ തന്നെ ചേർക്കണം. ആദ്യം പറഞ്ഞ പോലെ സെപ്റ്റംബർ തൊട്ട് അവന്റെ അഡ്മിഷന് തുടങ്ങും. പ്രീ KGയിൽ ചേർക്കാനായിട്ട്. അല്ലെങ്കിൽ അതിന്റെ നെക്സ്റ്റ് ഇയറും കൂടെ ഫസ്റ്റ് സ്കൂളിൽ പോയിട്ട് അതിന്റെ നെക്സ്റ്റ് ഇയർ വിടണം എന്ന് വിചാരിക്കും ഭവൻസിൽ. മോസ്റ്റ്ലി ഞാൻ നെക്സ്റ്റ് ഇയർ തൊട്ട് ഭവൻസിൽ വിടാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞിട്ടാണ് തുണിയെടുക്കുന്നത്. എനിവേ, അങ്ങനെയാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ രണ്ടുപേരും ഒരുമിച്ച് പൊക്കോളും, അതൊരു റൊട്ടീനാവും. അപ്പൊ തോമു ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാവുമ്പോ തൊട്ട് ഫുൾ ഡേ ആയിരിക്കും ക്ലാസ്. 3 o'clock വരെ ക്ലാസ് ഉണ്ടാവും. അപ്പൊ ഞാൻ വിചാരിച്ചു ചാക്കോനെ അവിടെ ഡേ കെയറിലാക്കാം, 3 മണി വരെ ഡേ കെയറിലാക്കാം. അപ്പൊ എനിക്ക് കുറച്ചും കൂടെ ടൈം കിട്ടും. മടിയൊക്കെ അപ്പോഴത്തേക്കിനും മാറ്റണം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. കാരണം സമയത്തിനേക്കാളും കൂടുതൽ എന്നെ മടിയാണ് പിടിച്ചു വെക്കാറ്.
സമയമില്ല. അത് വേറൊരു ാണ്. സമയം വളരെ കുറവാണ്. എന്നെ സംബന്ധിച്ച് പെട്ടെന്ന് പെട്ടെന്ന് സമയം പോകും. രാവിലെ എഴുന്നേൽക്കുക, ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക, പിള്ളേരെ വിടുക, ബാക്കി ക്ലീനിങ്, ചെടിക്ക് വെള്ളം ഒഴിക്കല് അങ്ങനെയൊക്കെ. ഇപ്പം ഭയങ്കര വെയിലായോണ്ട് തന്നെ എന്താ പറയാ പെട്ടെന്ന് ചെടി വാടിപ്പോകുട്ടോ. ഒരു ദിവസം ഒഴിച്ചില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ അവരെ നോക്കണം. അങ്ങനെ ആകെ മൊത്തം എനിക്ക് നേരമേ ഇല്ല. അതും ഒരു കണക്കിന് നല്ലതാണ്. എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുന്നതും ഒരു കണക്കിന് നല്ലതാണ്. പക്ഷെ നമ്മള് ഇങ്ങനത്തെ ഒരു ഫീൽഡിൽ നിൽക്കുന്നോണ്ട് തന്നെ സമയമില്ലായ്മ അത് വലിയൊരു പ്രശ്നമാണ്. എല്ലാം പ്രശ്നമാണ്. പ്രശ്നമില്ലാത്ത പിന്നെ കുറച്ച് നാളുകളായിട്ട് എനിക്കൊരു 3 ആഴ്ചയായിട്ട് ഞാൻ ഭയങ്കര ബിസിയാണ്. ചില കാര്യങ്ങൾ എനിക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്തതായ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്. ഒരു സൈഡ് ദുഃഖമുണ്ട്, സന്തോഷമുണ്ട്. എന്തായാലും കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോണു. ഇനിയിപ്പോ ചാക്കോനെ എനിക്ക് വിളിച്ചെഴുന്നേൽപ്പിക്കണം. ചാക്കോ നല്ലൊരു ഉറക്കം ഉറങ്ങിയിട്ടുണ്ട്. ഇന്നലത്തെയൊക്കെ ക്ഷീണം ഉള്ളതുകൊണ്ട് തന്നെ ഉറക്കം ഉറങ്ങിയിട്ടുണ്ട്. എഴുന്നേൽപ്പിക്കണം. തോമു ഉറങ്ങാതെയും ശ്രദ്ധിക്കണം. കാരണം ഇപ്പൊ തോമു ഉറങ്ങിയ വേഗം എണീക്കും. ഇന്നലെ പോവാൻ നേരത്ത് ധൃതിക്ക് എടുത്തിട്ട കമ്മലാണ്. അതെനിക്ക് ഒരു മാച്ചും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അത്രയൊക്കെ ഉള്ളു. വേറെ വിശേഷമൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വീഡിയോ ഇടണം. അതുകൊണ്ട് മാത്രം ഞാൻ ഇത് ചെയ്യുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാനിങ്ങനെ മടി വെച്ചാണ് എനിക്ക് തീരാ മടിയിലേക്ക് ഞാൻ പോകുന്നത്. അതുകൊണ്ട് ആ തീരാ മടി വേണ്ട എന്ന് വിചാരിച്ചു. അപ്പൊ അത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷങ്ങള്. ഇനിയിപ്പോ ഡിന്നറ് ഞാൻ വിചാരിച്ചു ദോശമാവ് ഇരിക്കുന്നുണ്ട്. ദോശമാവ് കൊണ്ട് ഊത്തപ്പം ഉണ്ടാക്കിയാലോന്ന് ഇങ്ങനെ ആലോചിക്കുക. രാത്രിയാകുമ്പോൾ കുറച്ച് സമയം എടുത്തായാലും ഉണ്ടാക്കാം. രാവിലെ ആകുമ്പോൾ കുറച്ച് മടിയുടെ അല്ല, ടൈം ലാഗിങ് ഭയങ്കരമായിട്ട് വരുന്നു. പിള്ളേർക്ക് 2 ബോക്സ് കിട്ടണമല്ലോ. അത് ബുദ്ധിമുട്ടാണ്. പിന്നെ എനിക്ക് രാവിലെ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. എന്താ പറയാ ഭയങ്കര സ്ട്രെസ്ഡാണ്. പക്ഷെ എനിക്ക് ഭയങ്കര ഭംഗിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഭയങ്കര കൃത്യമായിട്ട് കാര്യങ്ങൾ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് സന്തോഷമാണ്. ഭയങ്കര ഹാപ്പിയാണ്. ആ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് ബിസിനസ്സൊക്കെ തഥേമയാണ്. ബിസിനസ് എനിക്ക് തോന്നുന്നു ആൾക്കാർ എന്നെ മറന്നു. ഞാനൊരു സ്റ്റാറ്റസ് ഇടുമ്പോൾ 2 ദിവസം കഴിഞ്ഞ് വരുന്നോണ്ടായിരിക്കും ഇവളോട് ചോദിച്ചിട്ട് കാര്യമില്ല എന്നുള്ളൊരു തോട്ട് വരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.